उठा, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. पवित्र आत्मा ने मुझे प्रार्थना करने के लिए नियुक्त ഞാൻ किया। പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ मैंने प्रार्थना करना शुरू किया। ഇങ്ങനൊരു വാക്ക് എന്റെ വായിൽ വന്നു. ऐसा एक वचन परमेश्वर ने मेरे मुंह में दिया, വീണ്ടും പെന്തക്കോസ്. फिर से पेंटेकोस्ट। ഇന്നലെ പാസ്റ്റർ ബിജു അത് പ്രസംഗിച്ചപ്പോൾ എനിക്ക് അതിന് ഭയങ്കര ഒരു കൺഫർമേഷൻ ആയി. और जब कल पास्टर बिनू ने जब वो बिजू ने जब ये प्रचार किया तो मुझे कंफर्मेशन के रूप में मिला। എത്ര പേര് ഇന്ന് ഇവിടെ വീണ്ടും പെന്തക്കോസ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു? कितने लोग यहाँ पे फिर से पेंटेकोस्ट में प्रवेश करना चाहते हैं? ആരും പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴല്ല പെന്തക്കോസ് നടന്നത്. जब किसी ने प्रचार किया तब पेंटेकोस्ट नहीं आया। അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെന്തക്കോസ് നടന്നത്. जब उन्होंने एक साथ मिलकर प्रार्थना किया तब वहाँ पे ഈ पेंटेकोस्ट പന്തലിൽ നിങ്ങൾ ഇപ്പോൾ മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, जब यहाँ पे इस बंदल के नीचे जब आप प्रार्थना करना शुरू करोगे, നമ്മൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ പെന്തക്കോസ് വെളിപ്പെടും. जब हम इकट्ठे होकर प्रार्थना करेंगे तो यहाँ पे पेंटेकोस्ट प्रकट होगा। ഇവിടുത്തെ LED വാളും ലൈറ്റും സൗണ്ടും ഒന്നും പെന്തക്കോസ് കൊണ്ടെത്തില്ല. നിങ്ങളിൽ ഓരോരുത്തർ പ്രാർത്ഥിച്ചാൽ നമ്മൾ ഇന്ന് ഇവിടെ പെന്തക്കോസ് കാണും. यहाँ के जो लाइट है, यहाँ के LED, वो कोई भी पेंटेकोस्ट नहीं लेके आएगा। पर इकट्ठे होकर जब हम प्रार्थना करेंगे वहाँ पे पेंटेकोस्ट उतरेगा। ഇത് രാവിലെ 3:30 ഞാൻ ഇവിടെ വന്ന് ഈ പന്തലിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ 4 മണിക്ക് ഒരു മനുഷ്യനെ കണ്ടു. ഹല്ലേലൂയ, അദ്ദേഹം ഇവിടെ വന്ന് ഈ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് 4 മണിക്ക്. ഇതിന്റെ അകത്ത് ഈ കൺവെൻഷന്റെ വിജയം ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സമൂഹം ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിനുണ്ട്. जब मैं 3:30 बजे सुबह आज जब मैं यहाँ पे आके प्रार्थना कर रहा था तब मैंने एक व्यक्ति को देखा 4 बजे यहाँ पे आके इस कन्वेंशन के लिए प्रार्थना कर रहे हैं। इस कन्वेंशन का विजय वहीं पे है जब प्रार्थना करते हैं। ആ പെന്തക്കോസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവോ? तो क्या आज उस पेंटेकोस्ट के इंतजार में आप हैं? ഇവിടെ ആരും ഒരു ഷോയും കണ്ടോണ്ടിരിക്കരുത്. വാ തുറന്ന് ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് ആരംഭിച്ചാൽ कोई भी नाटक में नहीं है। मुंह खोल के आप परमेश्वर का धन्यवाद दीजिए। ഹല്ലേലൂയ. हालेलुया। യേശു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. यीशु मसीह अपने चेलों को प्रार्थना करना सिखा रहा है। സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ये खुदा परमेश्वर, അങ്ങയുടെ രാജ്യം വരണമേ. आपका राज्य आने पाए। അങ്ങനെ വന്ന് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 9-ാമത്തെ വാക്യം. और वैसे ही लूका का सुसमाचार 11 अध्याय का 9वां आयत। യേശു ഇങ്ങനെ പറയുന്നു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. यीशु मसीह ने इस प्रकार का, और तुमसे कहता हूं कि मांगोगे और तुम्हें दिया जाएगा, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, ढूंढो तो तुम पाओगे, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. खटखटाओ तो तुम्हारे लिए खोला जाएगा। അതിനകത്തെ ഒന്നാമത്തെ കാര്യം നമുക്ക് നല്ലതായിട്ട് അറിയാം. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. पहला बात तो हम बिल्कुल अच्छे से जानते हैं, जब हम मांगते हैं तो हमें मिलेगा। ഞാനിപ്പോ ഈ മൈക്കിംഗ് കൊണ്ട് തന്നാൽ 50 വർഷത്തെ സാക്ഷ്യം പറയാൻ നമുക്കെല്ലാം ഉണ്ട്. യാചിച്ചിട്ട് ദൈവം നമുക്ക് തന്നു. अगर मैं आपको ये माइक पकड़ाऊंगा तो 50 साल जो हमने प्रार्थना किया, परमेश्वर ने जो कुछ दिया उसका साक्ष्य हम बोल सकते हैं। ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ആദ്യ സഭകളിൽ ഒന്നായ ഹല്ലേലൂയ അഞ്ചാനി ദൈവസഭയിലെ ഹല്ലേലൂയ ഒരു കൊച്ചുമോനാണ് ഞാൻ. न्यू इंडिया चर्च ऑफ गॉड का पहले कलीसिया जो अंजानी में हुआ था, वहां का एक छोटा बेटा हूं मैं। അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞു ഒത്തിരി കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. जो अपचन अमची ने बोला, बहुत सारी कहानियां मैंने सुनी है। ഹല്ലേലൂയ, പ്രാർത്ഥിച്ചാൽ ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്കറിയാം. और उनको पता था जब प्रार्थना करते हैं एक उत्तर देने वाला परमेश्वर है। ഹല്ലേലൂയ, ഒരു കുരുടനായ വ്യക്തി കരയാണ്, ഹല്ലേലൂയ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. एक अंधा व्यक्ति चिल्लाकर प्रार्थना कर रहा है, हे दाऊद के पुत्र मुझ पे करुणा दिखा। അവന്റെ പ്രാർത്ഥന കേട്ട ഒരു ദൈവം. परमेश्वर ने उसका प्रार्थना सुना। ഇന്നലെ നമ്മുടെ ജനറൽ പ്രസിഡന്റ് ആർ എബ്രഹാം പാസ്റ്റർ ഇന്നലെ പറഞ്ഞു ജബ്ബേസിന്റെ പ്രാർത്ഥന. जो हमारे जनरल प्रेसिडेंट आर अब्राहम ने अब्बेस के बारे में बताया। ഹല്ലേലൂയ, അവൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ അതിരുകളെ വിസ്താരമാക്കണം. उसने प्रार्थना किया कि मेरे जगह को और विस्तार कीजिए। ഹല്ലേലൂയ, തനിക്ക് ഒരു പേരുണ്ടായിരുന്നു. എന്താ? उसको एक नाम था, വ്യസനപുത്രൻ. दुख का पुत्र। ഹല്ലേലൂയ. യബേസിന്റെ കഥ എന്റെ ലൈഫിൽ ഭയങ്കര പേഴ്സണലായ, I take it very personal. जब भी मैं बेस का कहानी सुनता तो मुझे अपना व्यक्तिगत जीवन याद आता है। എന്റെ പിതാവും മാതാവും ഇന്ന് ഇവിടെ ഉണ്ട്. തോമസ് ഡി പാസ്റ്റർ എന്നറിയപ്പെടുന്ന പാസ്റ്റർ തോമസ് കെ എബ്രഹാം ജാൻസി തോമസും. मेरे माता पिता यहाँ पे हैं। മലബാറിൽ വേലസ്ഥലത്ത് എന്റെ മമ്മി എന്നെ ക്യാരി ചെയ്യുമ്പോൾ, जब भी मैं छोटा था और सुसमाचार सुनाने जाने के समय मेरी माँ जब मुझे गोद में उठा के जाती थी, എന്റെ അമ്മ എനിക്കൊരു പേരിട്ടു. उस समय मेरी माँ ने मेरे लिए एक नाम डाला, എബേസിനിട്ടതുപോലെ.
जैसे उस माँ ने एपेस का नाम डाला था वैसे വേറൊന്നുമല്ല പട്ടിണിക്കുട്ടൻ. एक नाम था मीन्स पठनी कुटन, उसका मतलब भुखमारी का बेटा. ഒരു ഓറഞ്ച് മേടിച്ചു വരുമോന്ന് പപ്പയോട് മമ്മി ചോദിച്ചു. ഒരു ഓറഞ്ച് മേടിച്ചു വരുമോ? ഓറഞ്ചിന്റെ ടേസ്റ്റ് എനിക്ക് മറന്നുപോയി. तो एक बार मैंने अपनी माँ से पूछा, क्या आप मुझे एक ऑरेंज खरीद के दोगे, क्योंकि मैं ऑरेंज का टेस्ट भूल चुका हूँ. ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് എനിക്ക് വിളിച്ചു പറയാൻ കഴിയും, ये स्टेज में खड़े हो कि मैं चिल्ला कर बोल सकता हूँ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവം നമുക്കുണ്ട്. प्रार्थना का उत्तर देने वाला एक परमेश्वर हमारे साथ है. നിന്റെ സാഹചര്യങ്ങളെ മാറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ട്. हमारी परिस्थिति को बदलने वाला परमेश्वर हमारे साथ है. സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പോട്ടെ. അടുത്തത് മുട്ടുവീൻ തുറക്കപ്പെടും. यहाँ पे लिखा गया खटखटाओगे तुम्हारे लिए खोला जाएगा. ഹല്ലേലൂയ. ഇത് മറ്റേത് നമ്മുടെ വീട്ടിന്റെ അകത്തിരുന്ന് നമ്മൾ സുഖമായി ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്. ये हमारे घर में आराम से करने वाला प्रार्थना है. എന്നാൽ മുട്ടുവീൻ തുറക്കപ്പെടും. നിങ്ങൾ ഡ്രസ് ഇട്ട് പുറത്തിറങ്ങി ഒരു റിസ്ക് എടുത്ത് മറ്റവന്റെ വാതിലിൽ പോയി തട്ടണം. मगर यहाँ पे वैसा नहीं है. यहाँ पे रिस्क निकाल के, घर से बाहर निकाल के दूसरों के दरवाजे पे जाके ठोकना है. I also believe that is a prophetical prayer. और मैं विश्वास करता हूँ एक भविष्यवाणी का प्रार्थना है. നീ ഒരു കാര്യത്തിൽ വിശ്വസിച്ച് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച് അതിനുവേണ്ടി റിസ്ക് എടുത്ത് ദൈവം അതിന് അത്ഭുതം ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അതിന് ഉത്തരമരുളുന്ന ഒരു ദൈവം. और जब रिस्क लेके विश्वास के साथ जब हम ये कार्य करते हैं और विश्वास के साथ परमेश्वर हमें वो देता है. ന്യൂ ഇന്ത്യ ദൈവസഭയുടെ ചരിത്രം നോക്കിയാൽ അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ദൈവദാസനായ തമ്പിച്ചായൻ ഹല്ലേലൂയ വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ സുവിശേഷം വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ ഒരു പൊട്ടനെ പോലെ. ഹല്ലേലൂയ. എന്നാൽ അതിനെ വളർത്തിയ ഒരു ദൈവം നമുക്ക് സ്വർഗ്ഗത്തിലുണ്ട്. और जब न्यू इंडिया चर्च का इतिहास देखें तो हम यही बता सकते हैं, पास्टर वी तभी एक मूर्ख की तरह जगह जगह पे जाकर सुसमाचार सुनाया और अभी यहाँ पे एक बड़ा कलीसिया है. പല യൗവനക്കാരോടും ഈ നാളുകളിൽ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അതേ ദൈവം ഇന്നും ജീവിക്കുന്നു. जब मैं लोगों से, जवान लोगों से जब बताता हूँ तो ये बात मुझे याद आता है. ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ആ ക്വസ്റ്റ്യനുമായിട്ടിരിക്കുവാണോ, ആ ചോദ്യമായിട്ടിരിക്കുവാണോ, ഞാൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് നീ ഇറങ്ങിത്തിരിക്കുക, ഞാൻ ചെയ്തോളാം. अगर पवित्र आत्मा आप लोग से बात करेगा, पवित्र आत्मा बोलता है तुम निकलो, बाकी कार्य मैं करूंगा. 12 വർഷമായി ഹല്ലേലൂയ ഹല്ലേലൂയ രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവളെ തീരുമാനിച്ചു ഞാൻ ഇതിന് ഇറങ്ങിത്തിരിക്കാൻ പോവാണ്. ദൈവം അവളെ സൗഖ്യമാക്കി. 12 साल तक लहू बहने वाली स्त्री ने एक इरादा बनाया, अब मैं निकलूंगी और यीशु मसीह को छूंगी और वो मुझे चंगाई देगा. ഹല്ലേലൂയ. എനിക്ക് സാക്ഷ്യങ്ങൾ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ദിവസം मुझे गवाही बोलना बहुत पसंद है. जब मैं 7वीं कक्षा में था, പപ്പ പറഞ്ഞു ഞാൻ ചർച്ചിൽ പ്രാർത്ഥിക്കാൻ പോവാ. पापा ने बताया कि मैं कलीसिया में प्रार्थना करने जा रहा हूँ. ഞാനും ചാടി വണ്ടിയെ കയറി. मैं भी कूद के गाड़ी में चढ़ा പപ്പ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് കോയിൻ തന്റെ കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. और उस समय गाड़ी में कुछ कॉइन लेके पापा प्रार्थना करते हुए मैंने देखा. ഇതെന്ത് ചെയ്യാൻ പോവാന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാനത് വാച്ച് ചെയ്തോണ്ടിരുന്നു. मैं क्या करने वाले मुझे पता नहीं था, मगर वो देख रहा था. ഞങ്ങളുടെ ചർച്ചിന്റെ അടുത്തുള്ള 4-5 സ്ഥലത്ത് പോയി ഈ കോയിൻ താൻ കുഴിച്ചിട്ടു. तो हमारे चर्च के कलीसिया के पास 4-5 जगहों पे जाके ये कॉइन को उन्होंने गाड़ दिया. ഞാൻ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നു ഈ കോയിൻ എടുത്ത് മുട്ടായി വാങ്ങിക്കാൻ പറ്റുമോന്ന്. तो मैं ध्यान से देख रहा था कि मैं सोच रहा था कहीं मैं कॉइन निकाल के 2-3 टॉफी क्यों ना खरीद लूं. എന്നാൽ ഹല്ലേലൂയ ഞാൻ പപ്പയോട് ചോദിച്ചു എന്തിനാ കോയിൻ എടുത്ത് അവിടെ കൊണ്ട് കുഴിച്ചിട്ടെ. तो मैंने पापा से पूछा, पापा क्यों आप ये कॉइन यहाँ पे गाड़ रहे हो? എടാ ഞാൻ ആ സ്ഥലത്തിനെല്ലാം അഡ്വാൻസ് കൊടുത്തതാ വിശ്വാസത്താ. ए बेटा मैंने इन सब जगहों को विश्वास के साथ एडवांस दिया है. അന്ന് ഒരു സാധ്യതയില്ല. ഞാനിരുന്ന് ചിരിച്ചു. എന്തുവാ ഒരു സ്ഥലം തന്നെ കഷ്ടപ്പെട്ടാ വാങ്ങിച്ചേ. उस समय तो ये तो नामुमकिन ही था. एक जो जगह था वही बहुत दिक्कत से हमने खरीदा. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവിടെ കൺവെൻഷൻ ഗ്രൗണ്ടും പാർക്കിങ്ങും എല്ലാമായി ആ എല്ലാ സ്ഥലവും ഇന്ന് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ അണ്ടറിലാണ്. तो आज मैं आपको यहाँ पे खड़े होकर बोलना चाहता हूँ, जो भी जगह के लिए प्रार्थना किया था वहाँ पे कलीसिया है, वहाँ पे कन्वेंशन ग्राउंड है और वो सब कुछ न्यू इंडिया चर्च ऑफ गॉड. നീ വിശ്വാസത്തോടെ ഇറങ്ങി തിരിക്കാൻ തയ്യാറാണോ? अगर यदि आप आज विश्वास के साथ निकलने के लिए तैयार हैं, ഇതൊന്നുമല്ല എന്റെ പ്രസംഗ വിഷയം. ഇതാണ് എന്റെ പ്രസംഗ വിഷയം. तो जो प्रचार का अमूल्य टॉपिक अभी मैं बताता हूँ. അന്വേഷിപ്പീൻ കണ്ടെത്തും. अगर आप ढूंढोगे तो आप पाओगे. ഹല്ലേലൂയ. എന്താണ് അന്വേഷിക്കേണ്ടത്? क्या आपको ढूंढना है? സങ്കീർത്തനം 14-ാം അധ്യായം അതിന്റെ 2ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. भजन संहिता 14 का 2 इस प्रकार बताता है, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ഞാൻ കാണുവാൻ യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. परमेश्वर स्वर्ग से मनुष्य पुत्र के बीच में ढूंढ रहा है कि कोई ऐसा व्यक्ति है जो परमेश्वर को ढूंढता है. ജീവിതത്തിൽ നമ്മളെല്ലാം പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടി, വിശ്വാസത്താൽ കാര്യങ്ങൾ നേടി. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് യു വിൽ റീച്ച് ടു എ പോയിന്റ്. നിങ്ങളൊരു സ്ഥലത്തെത്തും. നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. ഇനി എന്തിനു വേണ്ടി
കിട്ടിയാ പ്രാർത്ഥിക്കണ്ടേ? तो आप प्रार्थना करते, विश्वास के साथ प्रार्थना करते, जो भी प्रार्थना बिंदु सब कुछ आपको मिल गया और ऐसे एक पॉइंट पे आप पहुंचते हैं, अब किसके लिए प्रार्थना करना है? ഹല്ലേലൂയ. അപ്പോഴാണ് ഈ പ്രാർത്ഥന യേശു പഠിപ്പിക്കുന്നത്. അന്വേഷിക്കണം, യേശുവിനെ കൂടുതലായി അറിയുവാൻ, യേശുവിനെ കൂടുതലായി അറിയുവാൻ. ന്യൂ ഇന്ത്യ ദൈവസഭയോട് ഞാൻ പറയട്ടെ, നമ്മൾ വീണ്ടും ഒരു പെന്തക്കോസ്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കൺവെൻഷന്റെ നമ്മുടെ ചെക്ക് ലിസ്റ്റും നമ്മുടെ വിശ്വാസത്താലുള്ള പ്രാർത്ഥനയെല്ലാം ഉപരി, ഹല്ലേലൂയ, ദൈവമേ നിന്നെ കൂടുതൽ അറിയുവാൻ, യേശുവേ അങ്ങയുടെ ആഴത്തിൽ അങ്ങേ ഒന്ന് അറിയുവാൻ എന്നെ ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥന ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ऐसा एक परिस्थिति में जब आप पहुंचोगे तो इस कन्वेंशन के पैनल के नीचे बैठ के आपको प्रार्थना करना है कि मुझे परमेश्वर और ढूंढना है और आगे बढ़ना है. ഹല്ലേലൂയ. ഞാൻ ആദ്യമായി കടൽ കാണാൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കോഴിക്കോടാണ് ആദ്യമായി കടൽ കാണാൻ പോയത്. पहली बार जब मैं समुद्र देखने गया था, कोरिकोड में था, अभी भी मुझे याद है. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. मैं बहुत एक्साइटेड था. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞൊരു പ്രിയ റജി പാസ്റ്ററും ഞങ്ങളെല്ലാം കൂടെ പെൻസക്കോള ഫ്ലോറിഡയിൽ കഴിഞ്ഞ വർഷം ഒരു ബോട്ട് ട്രിപ്പിന് പോയി. और उसके बाद पिछले साल फ्लोरिडा में कुछ पासवान के साथ हम बोट ट्रिप पे गए. അപ്പോൾ ഒത്തിരി ഡോൾഫിനുകൾ ചാടുന്നതും മീനുകൾ ചാടുന്നതും ഒക്കെ കണ്ട് വളരെയധികം ഞാൻ സന്തോഷിച്ചു. और उस समय बहुत सारी मछलियां नदी में कूद रही थी, डॉल्फिन्स कूद रहे थे, ये सब देख के मैं बहुत उत्सुक हुआ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ചെറുപ്പത്തിൽ കണ്ട കടലല്ല യഥാർത്ഥ കടല്, അതിലും മനോഹരമാണ് ഈ കടല്. और तब मुझे याद आया जो बचपन में मैंने जो समुद्र देखा था वो ऐसा समुद्र नहीं है, इससे भी बड़ा समुद्र है. ഹല്ലേലൂയ. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു, ഒരു സ്കൂബ ഡൈവർ കടലിൽ ചാടുന്ന വീഡിയോ. और पिछली बार मैंने एक वीडियो देखा जहाँ पे एक स्कूबा डाइवर समुद्र में कूद रहा है. അത് ഇതുവരെ നേരിൽ പോയി കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. आज तक मैं सही में जाके देख नहीं पाया. ഇന്ന് നമ്മുടെ പലരുടെ അവസ്ഥ ഇതാണ്. പലരും തീരത്ത് നിന്ന് കടൽ കാണുക, യേശു എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവരളി. ഞാൻ വളരെ സന്തുഷ്ടനാണ്. आज भी हम भी ऐसे ही हैं, किनारे पे खड़े होके समुद्र देखें, हाँ परमेश्वर ने मेरा प्रार्थना सुना. ചിലർ ബോട്ട് എടുത്ത് അകത്ത് പോയി കുറച്ചുകൂടെ കാര്യങ്ങൾ കണ്ടു. ഏത് റിസ്ക് എടുത്ത് ഇറങ്ങി തിരിച്ചപ്പോൾ നിങ്ങൾ വീണ്ടും പലതും കണ്ടു. और कुछ लोगों ने रिस्क लेके जब बोट में चढ़ के और अंदर देखा तो बहुत ही अचंभा था, तो कुछ और रिस्क लेके कुछ और प्रार्थना किया और परमेश्वर ने आशीष दिया. എന്നാൽ കടലിന്റെ യഥാർത്ഥ ഭംഗി നീ ആഴത്തിലേക്ക് ഇറങ്ങണം. और जब समुद्र की खूबसूरती को आपको पहचानना है तो और गहराइयों में जाना है. അവിടെ പേളുണ്ട്, वहां पे मोती है, അവിടെ മീനുകളുണ്ട്, അവിടെ വജ്രങ്ങളുണ്ട്, ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ ആ കടലിൽ ചാടി അതിന്റെ ആഴങ്ങളിൽ ഇറങ്ങിയാലേ നിനക്ക് കാണാൻ वहां പറ്റുള്ളൂ. पे मछली है, वहां पे मोतियां हैं और वो भी बहुत सारी कीमती पत्थर वहां पे, जब तभी आपको देख पाओगे जब आप उसकी गहराइयों में നിങ്ങൾ വീണ്ടും പെന്തക്കോസ്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? क्या आप फिर से पेंतेकोस्त के लिए प्रार्थना करते हो? നിങ്ങളുടെ ഹല്ലേലൂയ പ്രശ്നങ്ങളും നിങ്ങളുടെ പരിതാപങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ കൊണ്ടുവരാതെ, ദൈവമേ എനിക്ക് നിന്നെ അറിയണം, ആ കടലിലേക്ക് എനിക്കൊന്ന് ചാടണം, കടലിനെ സൃഷ്ടിച്ച ദൈവത്തെ എനിക്ക് കൂടുതലായി അറിയണം എന്ന് നിങ്ങളുടെ പ്രാർത്ഥന മാറ്റിയാൽ അന്ന് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൽ പെന്തക്കോസ്ത് ഉണ്ടാകും. अपनी परेशानियों को, अपनी दिक्कतों को परमेश्वर को बस में लाने के बजाय किस रीति से परमेश्वर में इस्तेमाल कर सकता है, न्यू इंडिया चर्च को आगे बढ़ सकता है, इस प्रार्थना के साथ अब आओगे तो आप बड़ा कार्य अपने जीवन में देखोगे. ഞാൻ പെന്തക്കോസ്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നെ പെട്ടെന്ന് അബ്രഹാമിന്റെ കഥ ഓർപ്പിച്ചു. जब मैं पेंतेकोस्त के लिए प्रार्थना कर रहा था उस समय अब्राहम के बारे में परमेश्वर ने याद അടുത്ത दिलाया. തലമുറയെ ഞാൻ പഠിപ്പിക്കുകയാണ് എങ്ങനെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചത് എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. अगली पीढ़ी को मैं सिखा रहा हूँ कि क्या चीज परमेश्वर की आत्मा ने मुझे सिखाया. ഹല്ലേലൂയ. അബ്രഹാം യാഗം കഴിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ആ മോറിയ മലയിലേക്ക് കടന്നു പോവുകയാണ്. वहां पे मोरिया देश के जो चट्टान के ऊपर अब्राहम बलि देने के लिए गया. എനിക്ക് വാക്യമൊന്നും വായിക്കാൻ സമയമില്ല, എന്നാൽ ഞാൻ പെട്ടെന്ന് പറയട്ടെ. അവൻ തീയും കത്തിയും ആര് കൊണ്ടു നടന്നു? അബ്രഹാം കൊണ്ടു നടന്നു. अब्राहम के पास उस समय चाकू था और आग था. ദാസിദാസന്മാരെ എല്ലാം അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ നിർത്തി, ഇവിടെ വരെ മതി. और एक जगह पे पहुंच के अपने दासों को वहीं पे ठहरा दिया. ഈ തീയും കത്തിയും എന്തിനെ കാണിക്കുന്നു? ये जो आग और चाकू किसको दर्शाता है? കത്തി ദൈവ വചനത്തെ കാണിക്കുന്നു. चाकू परमेश्वर के वचन को दर्शाता है. നമ്മുടെ സൺഡേ സ്കൂളിനെ ഓർത്ത് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. मैं संडे स्कूल को लेकर बहुत ही खुश हूँ. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവ വചനം പഠിപ്പിക്കുവാൻ അവർ കാണിച്ച ആ മുന്നേറ്റത്തിന് ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ, ഹല്ലേലൂയ, ദൈവം അവരെ മാനിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. और जिन लोगों ने भी अपने हमारे बच्चों को वचन सिखाने के लिए उत्सुक हुए, उनको परमेश्वर आशीष करे. മറ്റേ കയ്യിൽ തീയാണ്,
आग, दूसरे हाथ में आग है। ഈ മല കയറുമ്പോൾ കത്തിയും തീയും അവൻ ബാലന്റെ കൈ കൊടുത്തില്ല. അബ്രഹാം തീരുമാനിച്ചു, ഞാൻ ഇതുകൊണ്ട് കയറും. और जब वो चट्टान के ऊपर चढ़ रहा था, पहाड़ के ऊपर चढ़ रहा था, उसने अपना आग और चाकू अपने बेटे को नहीं दिया, मगर वो अपने हाथ में लेके ऊपर चढ़ा। നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിൽ നിങ്ങൾ ദൈവവചനത്തിലും തീ എന്തിനെ കാണിക്കുന്നു? പരിശുദ്ധാത്മാവിലും പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി വരും. ये जो आग पवित्र आत्मा को दर्शाता है, जब आप अपने बंद कमरे में प्रार्थना करते हो, पवित्र आत्मा से भर के प्रार्थना करते हो, वहां पे परमेश्वर का सामर्थ उतरता है। യാക്കോബ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആദ്യം അവൻ ബേഥേലിൽ കടന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവമേ എന്റെ അവസ്ഥ എന്താകും? यहाँ पे याकूब भी एक बेथेल में प्रार्थना कर रहा है कि मेरा परिस्थिति कैसा होगा। ഹല്ലേലൂയ. എന്നാൽ കുറച്ച് കഴിഞ്ഞ് ദൈവം അവന്റെ സ്ഥിതിയൊക്കെ മാറ്റം വരുത്തിയപ്പോൾ അവൻ പ്രൊഫറ്റിക്കലി പ്രേ ചെയ്യാണ്. ഹി ഈസ് ടേക്കിംഗ് എ സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത്. എന്താ? ആ ആടുകൾ ഉണ്ടാകുന്ന സ്ഥലത്ത് അവൻ തോലും എല്ലാം ഉരിച്ചിട്ട് ഒരു സ്റ്റെപ്പാണ്, അവൻ്റെ ഒരു ഫെയ്ത്ത് ആണ്. സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത്, എ പ്രൊഫറ്റിക്കൽ പ്രേയർ ഹി ഈസ് പ്രേയിങ്. और उसके बाद जब उसकी परिस्थितियां बदल गई, तब वो प्रोफेटिक वे में भविष्यवाणी के रूप में कार्य करने लगा। जब जहां पे भेड़े होते हैं वहां पे एक तरह का लकड़ी को छीत के वहां पे रखा। ഇന്ന് അവന്റെ പ്രാർത്ഥനകൾക്കെല്ലാം ദൈവം മറുപടി കൊടുത്തു. ദൈവം അവനെ അനുഗ്രഹിച്ചു, ആടുമാടും സമ്പത്തും എല്ലാമായി. और उसके बाद परमेश्वर ने उसको आशीष दिया, उसको भेड़ बकरी सबका आशीष परमेश्वर ने दिया। എന്നാൽ യാബോക്കിന്റെ കടവിൽ मगर उसके बाद याबोक के किनारे पे അവൻ മുട്ടുമടക്കുകയാണ്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ യാക്കോബിനോട് ചോദിക്കും, ഇത്രയും സമ്പത്ത് നിനക്കില്ലേ? നീ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനും ദൈവം നിനക്ക് ഉത്തരം തന്നില്ലേ? ഇനി എന്ത് അനുഗ്രഹമാ നിനക്ക് വേണ്ടേ? ഹല്ലേലൂയ. ആ യാക്കോബിനോട് കൂടെ ഞാനും പറയും, എനിക്ക് അവനെ കൂടുതൽ അറിയുവാൻ, അവനുമായൊരു എൻകൗണ്ടർ ഉണ്ടാകുവാൻ. ഹല്ലേലൂയ. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ओ याकूब के किनारे पे जाके घुटनों में बैठ के परमेश्वर प्रार्थना किया, मुझे आशीष दो। तब मैं सोच रहा था और कितना आशीष उसको चाहिए, इतना परमेश्वर ने आशीष दिया, मगर फिर भी उसने बोला मुझे आशीष चाहिए। उसी रीति से हमें प्रार्थना करना है कि हमें और परमेश्वर का आशीष ഈ चाहिए। ഗ്രൗണ്ടിൽ എത്ര പേര് പ്രാർത്ഥിക്കും, യേശുവേ എനിക്ക് നിന്നെ കൂടുതൽ അറിയണം, യേശുവേ എനിക്ക് നിന്നെ കൂടുതൽ അറിയണം. ഇന്നലെ അറിഞ്ഞതുപോലെയല്ല. അല്ലെങ്കിൽ നീ അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ടായിരിക്കാം, നീ പ്രവചിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നീ 50 വർഷമായി ചർച്ചിൽ വരുന്നുണ്ടായിരിക്കാം. എന്നാൽ യേശു അതിലും ആഴമുള്ളതാണ്. യേശുവിനെ കൂടുതലായി അറിയുവാൻ. और यहाँ पे कितने लोग प्रार्थना करते हैं, यीशु मसीह मैं तुझे और जानना चाहता हूँ, और गहराइयों में जाना चाहता हूँ। അപ്പോൾ യാക്കോബിന്റെ പേര് മാറ്റി അവനെ ദൈവം ഇസ്രായേലാക്കി മാറ്റി. और तब याकूब का नाम बदल के उसको परमेश्वर ने इस्राएल बुलाया। ഇന്നിവിടെ പലരുടെയും പേര് ദൈവം മാറ്റും. आज यहाँ पे बहुत लोगों का नाम परमेश्वर बदलेगा। നിന്റെ പേര് മാറ്റുന്ന ദിവസമാണെന്ന്. वो आज का दिन आपका परमेश्वर नाम बदलने का दिन है। ദൈവം നിന്റെ പ്രാർത്ഥനകൾ കേട്ടു. എന്നാൽ ഞാൻ പറയുന്ന ദൈവം നിന്റെ പേര് മാറ്റും, നിന്നെ ഒരു രാജ്യമാക്കും, നിന്നെ ഒരു സംഭവമാക്കും. और शायद परमेश्वर ने आपको आशीष दिया होगा, मगर जिस परमेश्वर के बारे में मैं बोल रहा हूँ, वो आपका नाम को बदलेगा, आपका जगह को बड़ा करेगा। പൗലോസിന് ഒരു എൻകൗണ്ടർ ഉണ്ടായി. यहाँ पे पौलुस के जीवन में एक एनकाउंटर हुआ। അവൻ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചില്ല. उसने ये नहीं प्रार्थना किया कि मुझे चंगाई दो। എനിക്ക് ബാക്കിയൊക്കെ വായിക്കണമെന്നുണ്ട്, പക്ഷെ അവന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, നീ ആരാകുന്നു കർത്താവേ. मैं तो बहुत सारे वचन में पढ़ नहीं पाऊंगा, मगर उसका एक प्रश्न है, परमेश्वर तू कौन है? ഹല്ലേലൂയ. അവൻ അന്വേഷിച്ചത് ഈ യേശു ആരാണ്. ഹല്ലേലൂയ. നീ യേശുവിനെ കൂടുതലായി അറിയുവാൻ തീരുമാനിച്ചാൽ ഹല്ലേലൂയ പോളായ ഹല്ലേലൂയ പൗലോസിന്റെ പേര് ദൈവം എന്ത് ചെയ്തു? മാറ്റി. और वहां पे एक पौलुस है, उसने पूछा, ये नहीं पूछा कि उसके जीवन में क्या करना है, उसने पूछा कि तू कौन है। जब ये एनकाउंटर के बाद परमेश्वर ने उसका नाम बदल दिया, शाऊल से पौल लगा दिया। ഹല്ലേലൂയ. പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും, ഞാൻ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. अगर हम पतरस से पूछेंगे, पतरस बोलेगा कि मैंने बहुत अद्भुत വല നിറയുന്നത് കണ്ടിട്ടുണ്ട്, വല നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. मैंने देखा है कि किस रीति से जाल भरा। ഹല്ലേലൂയ. വെള്ളത്തിന് മേളിൽ നടക്കാൻ ദൈവം എന്നെ സഹായിച്ചു. मैंने देखा कि किस रीति से मैं पानी के ऊपर चला। എന്നാൽ ഹല്ലേലൂയ അവർ മാളിക മുറിയിൽ ഒന്നിച്ചിരുന്ന് വേറെ ഒരു സൗഖ്യവും അവർക്ക് വേണ്ട, ഇപ്പൊ ഒരു വിടുതലും അവർക്ക് വേണ്ട. അവരെ ഒറ്റ പ്രാർത്ഥന, ദൈവമേ അങ്ങയെ കൂടുതലായി അറിയുവാൻ. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനകൾ ദൈവത്തെ കൂടുതലായി അറിയുവാനാണെങ്കിൽ അവൻ തന്റെ പരിശുദ്ധാത്മാവിന്റെ തീ നിങ്ങളുടെ മേൽ അയക്കും. और उस कमरे में सब लोग 120
लोग इकट्ठे करके कोई चमत्कार के लिए प्रार्थना किया, बस एक ही है, मैं आपको और जानना चाहता हूँ, परमेश्वर और जानना चाहता हूँ। और उस समय पवित्र आत्मा से हर एक व्यक्ति भरा। മൂന്ന് കാര്യം വളരെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിലിരിക്കാം. 3 बातें बहुत ही संक्षिप्त रूप से मैं बता के बैठना നിങ്ങളുടെ चाहूंगा। പ്രാർത്ഥനകൾ ഇങ്ങനെ മാറുമ്പോൾ जब आपका प्रार्थना इस रीति से बदलेगा എന്താണ് മൂന്ന് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക? तो आपके जीवन में 3 कार्य क्या होगा मैं बताना चाहूंगा। പത്രോസ് ആ പ്രാർത്ഥന കഴിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ മേൽ വന്നപ്പോൾ ഉടനെ അവൻ എഴുന്നേറ്റ് പ്രസംഗിച്ചു. और जब पत्रोस और प्रार्थना के बाद जब पवित्र आत्मा का सामर्थ उस पे आया, वो उठ के प्रचार करना शुरू किया। പൗലോസിന്റെ ജീവിതത്തിലും after that encounter ഹല്ലേലൂയ അവൻ ഉടനെ എഴുന്നേറ്റ് പ്രസംഗിച്ചു. और जब पौलुस के जीवन में भी ये एनकाउंटर है, उसके बाद वो खड़े होकर प्रचार किया। നിന്റെ ജീവിതത്തിൽ അസാധാരണമായ ഒരു വേഗത ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. और जब ऐसा एनकाउंटर आपके जीवन में आएगा तो आप एक गति पकड़ोगे। ഞാൻ ഇത് ഇവിടെ പ്രവചിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഡിലേ ആയി കിടക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ആ വേഗത നിങ്ങളിലേക്ക് കടന്നു വരട്ടെ. और जो भी विषय आपके जीवन में रुका हुआ है वो एक गति पकड़ेगा। കഴിഞ്ഞ 5 വർഷമായി പാസ്റ്ററെ, 10 വർഷമായി പാസ്റ്ററെ, 5 വിശ്വാസിയേ ഉള്ളൂ, പക്ഷെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു ഒരു ആക്സിലറേഷൻ ഇൻ ദ നെയിം ഓഫ് ജീസസ്. शायद आप बोल रहे होंगे, ओ मेरे कलीसिया में सिर्फ 5 लोग हैं, 10 लोग हैं, 10 साल हो गया, मगर मैं बताता हूँ जैसे गाड़ी का एक्सीलरेटर होता है आप एक गति पकड़ोगे। കഴിഞ്ഞ വർഷം ഞങ്ങൾ ജർമ്മനിയിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ടൂർ പോയി. पिछले साल जर्मनी में फैमिली के साथ एक टूर में गया। അവിടെ ക്യാമറ ഇല്ലാത്തൊരു റോഡുണ്ട്. वहां पे एक ऐसा सड़क है जहाँ पे कैमरा नहीं है। അവിടെ എത്ര സ്പീഡ് വേണേലും ഓടിക്കാം. वहां पे कितना भी तेजी से आप गाड़ी भगा सकते हो। ഞാൻ അവിടെ ഒരു കാറൊക്കെ എടുത്ത് നല്ല സ്പീഡിൽ ക്യാമറ ഇല്ലാത്തതിന്റെ സന്തോഷത്തിൽ ഞാൻ വണ്ടി ഓടിക്കുകയാണ്. और वहां पे एक कार लेके बहुत ही तेजी से मैंने गाड़ी चलाई क्योंकि वहां पे कैमरा नहीं है। എന്റെ വിചാരം ഞാൻ നല്ല സ്പീഡിലാണ്. मैं सोच रहा था कि मैं बहुत ही तेज गाड़ी चला रहा हूँ। കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ അപ്പുറത്ത് കൂടെ ഒരു കാർ ഓവർടേക്ക് ചെയ്തു പോന്നു. मैं तभी देखा कि कुछ समय के बाद एक कार मेरे बगल से ओवरटेक करते हुए चला गया। ഞാൻ അതിനെ പിടിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാണ്. मैं उसको पकड़ने के लिए मैक्सिमम ट्राई कर रहा था। അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിന്റെ മൂന്നാമത്തെ ലൈനിൽ കൂടെ എന്ന് പറഞ്ഞൊരു കാർ പോകുന്നു. और उसके बाद तीसरे लाइन से और भी तेज गाड़ियां गई। അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവമേ എത്ര വർഷമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യാ, ഇതെന്താ പറ്റിയേ? तो मैं सोचा कितने सालों से मैं ड्राइव कर रहा हूँ, गाड़ी चला रहा हूँ, ये क्या हो गया? അപ്പോഴാണ് എനിക്ക് മനസ്സിലായേ ഡ്രൈവർക്ക് വലിയ കഴിവൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, അതിന്റെ എഞ്ചിൻ വേറെയാ. और तब मुझे पता चला कि जो ड्राइवर है उसकी क्षमता यहाँ पे मायने नहीं रखती, जो गाड़ी का इंजन है उसकी क्षमता मायने रखती है। ഇവിടെയുള്ള യുവജനങ്ങളോട് പറയട്ടെ, അതായത് വാസ് എ മെക്ലാരൻ. ഹല്ലേലൂയ. അതിന് ഭയങ്കര പവർഫുൾ എഞ്ചിനാ. ഞാൻ ഇനി ആക്സിലറേറ്റർ കയറി നിന്നാലും അതിന്റെ അടുത്ത് എനിക്ക് എത്താൻ പറ്റത്തില്ല. और हम जानते हैं गाड़ी है मैक्लारेन, तो अगर मैं अपनी गाड़ी के एक्सीलरेटर पे खड़ा भी हो जाऊं फिर भी उस गाड़ी के तुलना में नहीं जा पाऊंगा। പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ और जब पवित्र आत्मा का सामर्थ्य आप पे आएगा, ഓ നീ മെക്ലാരനായി മാറും. आप एक मैक्लारेन गाड़ी की तरह गति पकड़ोगे। ഹല്ലേലൂയ. പാരമ്പര്യം പറയുന്നവരും ഹല്ലേലൂയ കമ്മിറ്റികളും എല്ലാം ഇപ്പുറത്ത് വണ്ടി ഓടിച്ചാൽ ലൈനിൽ പോകുമ്പോൾ ആരും അറിയാത്തൊരു വേഗത, ആരും അറിയാത്തൊരു വേഗത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും അറിയാത്തൊരു വേഗത ഇന്ന് ഞാൻ ഈ ഗ്രൗണ്ടിൽ ഹല്ലേലൂയ അനുഭവിക്കുന്നു. कुछ लोग इतिहास बोलकर यहीं पे रुके रहेंगे, मगर पवित्र आत्मा के सामर्थ्य से आप एक गति पकड़ के आगे I निकलोगे। cancel every delays in the name of Jesus. और जो भी रुकावट है मैं यीशु मसीह के नाम से उसको हटाता हूँ। ഹല്ലേലൂയ. പത്രോസിനും പൗലോസിനും അതാണ് സംഭവിച്ചത്. और पौलुस और पतरस के जीवन में यही हुआ। ഹല്ലേലൂയ. അടുത്ത രണ്ടാമത്തെ കാര്യം, और दूसरी बात, പത്രോസിനോട് ദൈവം പറയാണ്, पतरस से परमेश्वर इस प्रकार बोला। കൊർനെലിയോസ് എന്ന ഒരു ആളെ കുറിച്ച് ഒരു ദർശനം കാണുകയാണ്. और वहां पे कोर्नेलियुस के प्रति एक दर्शन परमेश्वर ने दिया। സെയിം ടൈം കൊർനെലിയോസും ആ ദർശനം കാണുകയാണ്. और उसी समय कोर्नेलियुस भी यही दर्शन देख रहा है। പൗലോസിന്റെ ജീവിതത്തിൽ വന്നാൽ അനന്യാസിനോട് ദൈവം സംസാരിക്കുകയാണ്, പോയി പൗലോസിനോട് സംസാരിക്കാൻ. और पौलुस के जीवन में अननियास से परमेश्वर बोल रहा है कि पौलुस के पास जाओ। നീ ചില സ്വപ്നങ്ങളെ കാണും. आप कुछ सपने देखोगे। ഹല്ലേലൂയ. പത്രോസിന്റെ ജീവിതത്തെ എടുത്തു നോക്കിയാൽ ആ പത്രോസ് കണ്ട ഒറ്റ സ്വപ്നമാണ് ജാതികളിലേക്ക് സുവിശേഷത്തെ കൊണ്ടുവന്നത്. जब पौलुस के बारे में देख, उसने जो एक सपना देखा उसके कारण जातियों में आज यीशु मसीह का नाम है। ഹല്ലേലൂയ. നീ ദൈവമായ ഒരു ബന്ധത്തിലാണെങ്കിൽ നീ ചില സ്വപ്നങ്ങളെ കാണും, നിന്റെ രാജ്യത്തെ മാറ്റുന്ന, നിന്റെ തലമുറയെ മാറ്റുന്ന. ഹല്ലേലൂയ. നമ്മുടെ ദൈവദാസനായ തമ്പിച്ചാൻ ഒരു ദർശനം കണ്ടു. അതെന്താണെന്നറിയോ? ക്രൈസ്റ്റ് ഫോർ ഇന്ത്യ. ഹല്ലേലൂയ. ഇന്ന് 50-ാം വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇന്ന് ഇത്രയും വലിയ സാഹചര്യങ്ങൾ നമുക്ക് തന്നത് താൻ കണ്ട ഒറ്റ ദർശനമാണ്, ക്രൈസ്റ്റ് ഫോർ ഇന്ത്യ.
जो दर्शन पास्टर वी तम्मी ने देखा था वो आज हम भी देखना है, क्योंकि सालों पहले जो उन्होंने दर्शन देखा था आज क्राइस्ट फॉर इंडिया उसके कारण ही इतना बड़ा एक जगह है, इतने सारे लोग हैं और कोने कोने में सुसमाचार पहुंचा है। ഞാൻ വളരെ ഫോളോ ചെയ്യുന്ന ഒരു പാസ്റ്ററാണ് പാസ്റ്റർ റൈൻഹാർഡ് ബോങ്കെ. मैं हर समय बहुत फॉलो करता हूँ एक वाइहार्ड बोंके को। താൻ ഒരു ദർശനം കണ്ടു, ആഫ്രിക്ക ഷാൽ ബി സേവ്ഡ്. और उन्होंने एक दर्शन देखा कि अफ्रीका पूर्ण रीति से मसीह में आएगा। ഇന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് തലമുറകൾ എഴുന്നേൽക്കുമോ ദർശനങ്ങൾ കാണുന്ന ഹല്ലേലൂയ നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങൾ ഹല്ലേലൂയ നിന്റെ സ്റ്റേറ്റുകൾ ജാതികൾ ഹല്ലേലൂയ നീ ദർശനം കണ്ട് നീ അവിടെ പോയാൽ ദൈവം അവരെ ഹല്ലേലൂയ വലിയ വ്യത്യാസങ്ങൾ വരുത്തും. अगर हमारे बीच में जो नौजवान लोग हैं यदि आप दर्शन देखोगे नॉर्थ इंडिया के प्रति गांव के प्रति तो परमेश्वर आपको इस्तेमाल करेगा और वहां पे बड़ा झुंड होगा जो परमेश्वर की आराधना करेगा। അവസാനത്തെ ഒറ്റ കാര്യം, आखिरी में एक और बात, ഈ പൗലോസ് ഇപ്പോൾ എഫെസസിൽ ചെല്ലുകയാണ്. और ये जो पौलुस है वो एफेसस में ही है। എനിക്ക് ഈ വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ये जो वचन मुझे बहुत अच्छा लगता है। unusual miracles, और वहां पे अचंभित चमत्कार, അസാധാരണമായ വിടുതലുകൾ, और वहां पे अचंभित करने वाले छुटकारे। ഹല്ലേലൂയ. ആ പത്രോസിനോട് ചോദിച്ചു, പത്രോസ് ഒരു ഭിക്ഷക്കാരൻ അവിടെ നിന്ന് യാചിക്കുകയാണ്. ആ ഭിക്ഷക്കാരനോട് നീ ചോദിക്ക് നീ എന്ത് അത്ഭുതം എന്ന് പ്രതീക്ഷിക്കുന്നേ. और वहां पे एक गरीब भिखारी वहां पे तो उससे पूछा कि क्या मिराकल, कौन सा मिराकल तुझे चाहिए? എല്ലാരും എനിക്ക് 10 രൂപ തരുന്നേ. ओ साहब मुझे तो 10 रुपए तो दे दे। ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്ന അത്ഭുതം, और आज मैं जो चमत्कार का विचार कर रहा हूँ, ഒരാൾ എനിക്ക് 1000 രൂപ തരും. ओ एक व्यक्ति मुझे 1000 रुपए देगा। എന്നാൽ പത്രോസിന് പറയാനുള്ള ഒരു കാര്യമുണ്ട്. मगर पत्रस सिर्फ एक ही बात बोल सकता है, എനിക്ക് ആ 1000 രൂപ തരാൻ എൻ്റെ കയ്യിലില്ല. ओ मेरे पास वो 1000 रुपए देने के लिए नहीं है, അസാധാരണമായ ഒരു അത്ഭുതം എനിക്ക് തരാൻ കഴിയും. मगर एक अद्भुत चमत्कार मैं जरूर दे सकता എൻ്റെ हूँ। മേലുള്ള പരിശുദ്ധാത്മാവ്, मेरे पे जो पवित्र आत्मा है, ആ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. उस पवित्र आत्मा के नाम से उठ खड़े हो। unusual miracles. ओ वहां पे अचंभित चमत्कार। ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് അതിന് തയ്യാറാണോ? क्या न्यू इंडिया चर्च ऑफ गॉड इस चमत्कार के लिए रेडी है? നമ്മുടെ ലോക്കൽ സഭകളിൽ ഹല്ലേലൂയ അസാധാരണമായ അത്ഭുതങ്ങൾ നടക്കണം. हमारे लोकल कलीसिया में अचंभित चमत्कार होना शुरू होगा। ഞാൻ ഈ ഓരോ കാര്യങ്ങൾ പറയുന്നത് എൻ്റെ പ്രസംഗത്തിന്റെ 3 പോയിന്റ് പറയല്ല. मैं जो ये सब बातें जो बोल रहा हूँ मेरे प्रचार का 3 बिंदु नहीं बोल रहा, എൻ്റെ ജീവിതത്തിൽ എനിക്കത് അനുഭവിച്ചറിഞ്ഞ ആളാണ്. क्योंकि मेरे जीवन में ये सब कुछ मैंने अनुभव में लाया है। ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ അസാധാരണമായ വേഗത എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു. जब मैं यहाँ पे खड़ा होता तो मेरे जीवन में जो गति है उसको मैंने महसूस किया है। ദർശനങ്ങളുള്ള ദൈവം എന്നോട് സംസാരിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ ദൈവം എന്നെ സഹായിച്ചു. स्वर्गीय दर्शन के द्वारा परमेश्वर ने मुझसे बात करके बहुत लोगों को मसीह में लाने का अनुमति दिया है। ജീവിതത്തിൽ തകർന്നു പോയെന്ന് വിചാരിച്ച നേരങ്ങളിൽ, और जब भी मेरे जीवन में ऐसी परिस्थिति है जहाँ पे मैं बिल्कुल खत्म हो चुका था, ഹല്ലേലൂയ, ദൈവം ഇറങ്ങി വന്ന് അസാധാരണമായ ഒരു അത്ഭുതം ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം ചെയ്തു. और उस समय परमेश्वर की उपस्थिति आके हमारे परिवार को पूर्ण रीति से बदल दिया। എന്റെ കുഞ്ഞ് ജനിച്ചപ്പോൾ, എന്റെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ जब मेरा पहला बच्चा पैदा हुआ था, ഡോക്ടേഴ്സ് പറഞ്ഞു ഇവന്റെ ജെൻഡർ, ഈ കുഞ്ഞിന്റെ ജെൻഡർ എന്താന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. डॉक्टर ने बोला कि इस बच्चे का जेंडर क्या है हमें पता, लिंग क्या है हमें पता नहीं, ആണാണോ പെണ്ണാണോ, वो लड़का है कि लड़की हमें मालूम नहीं। ഞാനും എന്റെ വൈഫും കൂടെ എലിവേറ്ററിൽ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ആരോ ചോദിച്ചു നിക്യൂലോട്ടാണോ പോകുന്നേ. ഞാനും എന്റെ വൈഫും കൂടെ എലിവേറ്ററിൽ താഴോട്ട് വരുമ്പോൾ ഞങ്ങളോട് ആരോ ചോദിച്ചു നിക്യൂലോട്ടാണോ പോകുന്നത്, NICU. NICU, जब हम हॉस्पिटल नीचे आए थे तब पूछा क्या आप अंदर NICU में जा रहे हो? ഞങ്ങൾ പറഞ്ഞു അതെ. हम बोले हाँ। ആണാണോ പെണ്ണാണോ? लड़का है कि लड़की है? ഞാനും എന്റെ ഭാര്യയും മുഖത്തോട് മുഖം നോക്കി. मैंने और अपनी पत्नी का चेहरा देखा, ഞങ്ങൾക്ക് അതിന് ഉത്തരം പറയാൻ അറിയത്തില്ലായിരുന്നു. हमें उसका उत्तर देने के लिए नहीं था। ഹല്ലേലൂയ, എനിക്ക് അതിന്റെ ഫുൾ സ്റ്റോറി പറയാൻ ഇവിടെ സമയമില്ല. मैं पूरा कहानी यहाँ पे बता नहीं पाऊंगा, എന്നാൽ എനിക്ക് ഒരു കാര്യം പറയാൻ അറിയാം. मगर मैं एक बात बताना चाहूंगा, അസാധ്യങ്ങളെ ചെയ്യുന്ന ദൈവം असंभव कार्य को करने 4 ദിവസം കൊണ്ട് 4 दिन में അവനില്ലായ്ഞ്ഞ ഒരു അവയവം जो अंग उसका नहीं था ഉണ്ടായി വരുന്നത് കണ്ട വ്യക്തിയാണ് ഞാൻ. और जो उगते हुए मैंने अपने आंखों से ഈ देखा। ഞാൻ പ്രസംഗിക്കും, जब मैं प्रचार कर रहा हूँ അസാധ്യങ്ങളെ ചെയ്യുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. वो असंभव कार्य को करने वाला परमेश्वर आज भी है। unusual miracles നിങ്ങളുടെ സഭകളിൽ സാധാരണയായി മാറും. अचंभित चमत्कार आपके जीवन में और कलीसिया में साधारण हो जाएगा। ഹല്ലേലൂയ, അതിന് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് റെഡിയാണോ? क्या उसके लिए न्यू इंडिया चर्च गॉड रेडी है? ഹല്ലേലൂയ, ആ വേഗതയിലേക്ക് ദൈവമേ എന്നെ കൊണ്ടുപോകണമേ. ഹല്ലേലൂയ, ആ ദർശനങ്ങൾ ദൈവമേ എന്നെ കാണിക്കണമേ. അസാധാരണമായ സൗഖ്യം എന്നിലൂടെ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന
ഒരു യുവാവെങ്കിലും ഇനി പന്തലുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. अगर आप चाहते हो कि चमत्कार आपके जीवन में हो और परमेश्वर आपको अलौकिक यूथ से इस्तेमाल करना चाहे तो यहाँ यही कोई यहाँ पे है तो खड़े हो सकते हैं. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ ഇതിൽ കൂടെ നടന്നപ്പോൾ എനിക്ക് ദൈവദൂതന്മാർ എൻ്റെ കൂടെ നടക്കുന്നത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. और जब मैं कल रात को यहाँ पे आके प्रार्थना कर रहा था अकेला था मगर मुझे लगा कि स्वर्गदूत मेरे साथ मिलकर प्रार्थना कर रहे हैं. ആ ദൈവദൂതന്മാർ ഇന്ന് ഇവിടെ ഉണ്ട്. वही स्वर्गदूत यहाँ पे हैं. ആ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നവർ ഓടി മുമ്പോട്ട് വന്നാട്ടെ. जो भी यहाँ पे खड़े हैं सामने को दौड़ के आइए. ഞാൻ അപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾക്കൊരു രോഗസൗഖ്യം വേണമെങ്കിൽ കം ടു മൈ റൈറ്റ് സൈഡ്. अगर आपको एक चंगाई चाहिए तो मेरे दाहिने तरफ आइए. അൺയൂഷ്വൽ മിറക്കിൾസ് ഇന്ന് ഇവിടെ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. एक असंभव चमत्कार यहाँ पे होगा मैं विश्वास करता हूँ. ഹല്ലേലൂയ. നിങ്ങൾ രോഗിയാണോ ഹല്ലേലൂയ എന്റെ വലതുവശത്തോട്ട് വാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കും. अगर आप रोगी हैं तो मेरे दाहिने तरफ आइए मैं आपके लिए प्रार्थना करूंगा. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ഇനി ഉണ്ടാകാൻ പോകുന്ന അടുത്ത പുതിയ പെന്തക്കോസ് और न्यू इंडिया चर्च ऑफ गॉड में आने वाला एक नया पेंटेकोस्ट കഴിഞ്ഞ 50 വർഷത്തെ പോലെയല്ല. पिछले 50 साल के जैसा We नहीं. are thankful for last 50 years. उसमें बहुत अच्छा था. എന്നാൽ ഇനി നമ്മുടെ വേഗത കൂടാൻ और പോവുകയാണ്. अब हमारी गति आगे बढ़ ഇനി रही നമ്മൾ है. ഹല്ലേലൂയ അസാധാരണമായ ഹല്ലേലൂയ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. अब मैं अचंभित चमत्कारों को हम अपनी आंखों से देखेंगे. I request the music worship team to come forward. मैं विश्वास നമ്മളൊരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ആത്മാവിന്റെ പകർച്ച ഇവിടെ ഞാൻ വിശ്വസിക്കുന്നു. और मैं विश्वास करता हूँ जब हम आराधना करेंगे यहाँ पे परमेश्वर की उपस्थिति को महसूस करेंगे. ആരുടെ കാഴ്ചക്കാരെ ഇരിക്കല്ലേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. यहाँ पे आप सिर्फ एक देखने वाले नहीं मैं प्रार्थना कीजिए. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. अन्य भाषा में प्रार्थना कीजिए. ആ ദൈവവചനവും തീയുമായി ആ മലമുകളിലേക്ക് കയറുവാൻ ഒരു തലമുറ തയ്യാറാണോ? क्या एक पीढ़ी उस चट्टान के ऊपर हथियार को लेकर और आग को लेकर चलने के लिए रेडी है? നിന്റെ തലമുറ ആ മലമേളിൽ നശിച്ചു പോകുവാൻ ദൈവം ഇടവരുത്തത്തില്ല. और आपका जो पीढ़ी है उस चट्टान के ऊपर नष्ट होने के लिए परमेश्वर मौका नहीं देगा. ഹല്ലേലൂയ. യേശു ക്രിസ്തു അതിന് പാപമായി അതിന് പകരമായി യാഗമായതിനാൽ ഹല്ലേലൂയ അടുത്ത തലമുറയെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ നടന്നാൽ ദൈവവചനത്തിൽ നടന്നാൽ ഹല്ലേലൂയ അതിവേഗതയിൽ നിങ്ങൾ സഞ്ചരിക്കും. और मैं विश्वास के साथ बोलता हूं कि उस चट्टान के ऊपर जैसे यीशु मसीह अपना जीवन दिया कोई भी संतान नाश नहीं होगा. ഹല്ലേലൂയ. നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. तो आइए हम प्रार्थना के साथ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ. അഗ്നിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ അഗ്നിയാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ അഗ്നിയാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ. പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു.